ഇന്ന് പ്രഭാതത്തിൽ ശക്തമായൊരു സന്ദേശം കർത്താവായ യേശു നിനക്കായി നൽകുകയാണ്. നിന്നെ പരിപൂർണമായി രക്ഷിക്കുവാൻ യേശുവിന് സാധിക്കും. നിന്നെ പരിപൂർണമായി രക്ഷിക്കുവാൻ കരുതുന്നവനായ യേശുവിന് സാധിക്കും. അവന് സാധിക്കും. അവന് കഴിവുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ലൂക്കാ 1:37 നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ മാതാവ് പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയം, ഒരു ഇന്ന വിഷയത്തിന് വേണ്ടി നിങ്ങൾക്കൊരു പ്രാർത്ഥന സപ്പോർട്ട് വേണം, ആ വിഷയത്തിനകത്ത് കർത്താവിന് ഇടപെടാൻ സാധിക്കും. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ഒന്ന് ടൈപ്പ് ചെയ്തേ കമന്റ് ബോക്സിൽ. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്ന ആ സമയത്ത് ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റെ യേശു എനിക്ക് മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രമാത്രം ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, എൻ്റെ യേശു എനിക്ക് മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പേജ് മോണിറ്റൈസ്ഡ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഈ കമന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറയുന്നു ഒക്കെ പൈസ കിട്ടാൻ. ഈ പേജ് മോണിറ്റൈസ്ഡ് ആണ്. ഇത് ദൈവവചനത്തിനു വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു പേജാണ്. ഇവിടെ യേശുവിനെ ഉയർത്തുന്നതിന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്ന പേജാണ്. ഇവിടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, യേശുവിന്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ അത് സുവിശേഷം പ്രസംഗിക്കപ്പെടണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പൊ ഈ വചനത്തിൽ നമ്മൾ കേട്ടു, ഹെബ്രായർ 7:25, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. യേശുവിന് കഴിവുണ്ട് എന്ന് പ്രസംഗിക്കണം. അത് യേശു തന്നെ പറഞ്ഞേക്കും, ഇത് പ്രസംഗിക്കണം. ചിലപ്പോൾ ആൾക്കാർ ഇതൊക്കെ അതിനെ പ്രസംഗിക്കേണ്ട ആവശ്യമായിരിക്കണം, ഇത് പ്രസംഗിക്കണം എന്ന് യേശു പറഞ്ഞേക്കുന്നത്. വേറെ ഒരു രീതിയിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കത്തില്ല. കർത്താവിന്റെ വചനത്തെ റിലീസ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരിലേക്ക് ജീവനുള്ള വചനത്തിന്റെ ശക്തി യേശു തന്നെ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശു തന്നെ ഇറങ്ങി വന്ന് അവൻ അത്ഭുതം ചെയ്യുകയാണ്. ഇന്ന് ഇത് പ്രസംഗിക്കാൻ ആളില്ലാത്ത, സിമ്പിളായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം യേശു പറയുകയാണ്, നിങ്ങളിത് പോയി പ്രസംഗിക്കണം. എന്താണ്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. നിന്നെ പരിപൂർണമായി രക്ഷിക്കുവാൻ യേശുവിന് സാധിക്കും. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിനക്ക് വേണ്ടി യേശു നിലകൊള്ളുകയാണ്. അവൻ എന്നേക്കും ജീവിക്കുന്നവനായ കർത്താവ് യേശു ക്രിസ്തു ഈ സ്റ്റാൻഡിങ് ഫോർ യു. നിനക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിക്കുന്നു. നിനക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു. ഇന്ന് നമ്മൾ വിശ്വസിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. മനോഹരമായ ഒരു പാട്ടുണ്ട്, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. പറഞ്ഞേ, എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്നും മതിയായവൻ. എന്നേക്കും ജീവിക്കുന്നവനായ എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. ഇത് വിശ്വസിച്ച് നമ്മൾ പാടുകയും ഈ വചനത്തെ നമ്മൾ ഉള്ളിലോട്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയപ്പെടും. 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. 26-ാമത്തെ വാക്യം, പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്റെ മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത് പരിശുദ്ധൻ, യേശുവിന്റെ ഗുണങ്ങൾ, യേശുവിനെ കുറിച്ച് വചനം നമുക്ക് വ്യക്തമാക്കി നൽകുകയാണ്. അവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിന് മുകളിൽ, സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ട പ്രധാന പുരോഹിതനായ പുത്രനാം ദൈവം. അന്നത്തെ പഴയ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. യേശു തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലി അർപ്പിച്ചിരിക്കുന്നു. പറഞ്ഞ, എനിക്ക് വേണ്ടി
എൻ്റെ യേശു എന്നേക്കുമായ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ട്രൂത്ത്. പഴയ നിയമത്തിലെ ജൂതന്മാര് ആണ്ടുതോറും അതിനെക്കുറിച്ചാണ് അവിടെ തൊട്ട് മുകളിലുള്ള വാക്യം പറയുന്നത്. പഴയ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. യേശു അത് ചെയ്യേണ്ടതില്ല. കാരണം അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് ഇതാണ്. യേശുക്രിസ്തുവിന്റെ ഒരിക്കലായി എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ട ആ പരിഹാര ബലിയിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പരിപൂർണമായി നീതീകരിക്കപ്പെടുന്നു, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. പരിപൂർണമായ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് യേശു ക്രൂശിൽ പരിപൂർണമായ ബലി നിനക്ക് വേണ്ടി ക്രൂശിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിത് ലോകം മുഴുവൻ പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? ഞാൻ എന്നേക്കുമായി അവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു, സൗജന്യമായി രക്ഷിക്കപ്പെടുന്നു, സൗജന്യമായി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് മോചനം കൊടുക്കും. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഹെബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് ഒരിക്കലായി എന്നേക്കുമായി ആ വാക്യം വായിക്കും. ഹെബ്രായലേഖനം 10-ാം അധ്യായം. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കർത്താവ് ഉള്ളിൽ അങ്ങനെ പറഞ്ഞു, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹെബ്രായലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, കർത്താവ് വിശുദ്ധീകരിച്ചു. കർത്താവിന്റെ ശരീരം കർത്താവ് ക്രൂശിൽ സമർപ്പിച്ചതിലൂടെ നമ്മളെ കർത്താവ് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. വിശുദ്ധീകരിച്ചിരിക്കുന്നു, പരിപൂർണരാക്കിയിരിക്കുന്നു. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവപിതാവിന്റെ സമക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പൊ നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു സ്ഥലം, സപ്പോസ് നിങ്ങളുടെ വീട് ഒരു ഉദാഹരണം പറഞ്ഞാൽ എവിടെ, നാട്ടിലൊരു സ്ഥലം പേര് കിട്ടട്ടെ, കോട്ടയം ടൗണിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ 3/4 മണിക്കൂർ വേണം മാക്സിമം എടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലാം. ഇതേ ചങ്ങനാശ്ശേരിക്ക് നിങ്ങൾക്ക് എറണാകുളം കൂടി 2.5 മണിക്കൂർ കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് യാത്ര ചെയ്ത് അവിടെ ആലപ്പുഴ കൂടി ചങ്ങനാശ്ശേരിക്ക് പോകാം. അപ്പം ആ യാത്ര പോകണമെങ്കിൽ രാവിലെ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയ വൈകുന്നേരം ചങ്ങനാശ്ശേരി ചെല്ലാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലോട്ട് പോകാം. അത് നേരെ MC റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ചെല്ലാം. പക്ഷേ നിങ്ങളെ ചതിക്കുന്ന പിശാചിന്റെ പരിപാടി എന്താ? പിശാച് മറ്റു പലരിലൂടെയാകാം, പല വിധത്തിലാകാം നിങ്ങളോടൊന്ന് പറയും, ചങ്ങനാശ്ശേരി പോകാനല്ലേ, കറക്റ്റ് വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ഏറ്റുമാനൂരിൽ എറണാകുളത്ത് എത്തിച്ച് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വഴി ചങ്ങനാശ്ശേരി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് കുടുക്കിയിടും. പാവം മനുഷ്യര് കിടന്ന് അലയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, ഈ വചനം ബൈബിള്, ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടാൻ എത്ര രക്തസാക്ഷികൾ ഉണ്ടായെന്നറിയോ? ഡയറക്റ്റ് ആയിട്ട് ഈ മെസ്സേജ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ അവന് സാധിക്കും. പറഞ്ഞേ, എന്റെ യേശുവിന് സാധിക്കും. എനിക്ക് വിടുതൽ നൽകുവാൻ എന്റെ യേശുവിന് സാധിക്കും. ഇത് വിശ്വസിക്കുമ്പോൾ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ 3 തലങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഫസ്റ്റ് പാർട്ട് നമ്മൾ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ കർത്താവായ യേശു എനിക്ക് മതിയായവനാണ്. എന്റെ കർത്താവായ ഈശോ എനിക്ക് മതിയായവനാണ്. ഹല്ലേലൂയ. യേശുവെ ആരാധന. കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. എന്റെ യേശുവെ നന്ദി, എന്റെ യേശുവെ നന്ദി എന്ന് പറഞ്ഞു. യേശുവെ നന്ദി. ഐ പ്രൈസ് യു ജീസസ്, ഐ വർഷിപ്പ് യു ജീസസ്, ഐ ഗ്ലോറിഫൈ യു ജീസസ്, ഐ ബിലീവ് ഇൻ യുവർ ഫിനിഷ്ഡ് വർക്ക്. അവിടുന്ന് ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ വലിയ പ്രവർത്തിക്കായി ഞാൻ നന്ദി പറയുന്നു യേശുവെ. പലപ്പോഴും നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴും, യേശുവിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ അതിലേക്ക് അന്ന് ആഴത്തിൽ കടന്നു വരുവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണമെന്ന് വെച്ചാൽ, നമുക്ക് വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം, അത് അനുഭവം ലഭിച്ചിട്ടുള്ളവർക്ക്
ആത്മാവിന്റെ ലോകത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. എന്നാൽ ഈ അനുഭവം ലഭിക്കാത്തവരുണ്ട്. അനുഭവം ലഭിക്കാത്ത ഒരുപാട് പേര് ഇപ്പം കത്തോലിക്ക കുടുംബത്തില്, യാക്കോബായ കുടുംബത്തില്, പെന്തക്കോസ്ത് കുടുംബത്തില് ഒക്കെ ജനിച്ച് ക്രിസ്തീയ പേരൻസിന് ജനിച്ച മക്കള്, അങ്ങനെയുള്ളവർ ചിലപ്പോൾ സെമിനാരിൽ പോയിട്ടുള്ളവർ കാണും, ബൈബിൾ കോളേജിലൊക്കെ പോയിട്ടുള്ളവർ കാണും. ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുള്ള ഈ പെൻഡക്കോസ്റ്റലായിട്ടുള്ള ചില വ്യക്തികൾ അവർ പറയും, അവർ പേരൻസ് പെൻഡക്കോസ്റ്റൽ ആയതുകൊണ്ട് അവർ ഇവരെ ബൈബിൾ കോളേജിൽ വിട്ടു, അങ്ങനെ ഒരാൾ അവർ പാസ്റ്ററായി, കത്തോലിക്കരാണെങ്കിൽ മതപുരോഹിതരായി, കത്തോലിക്ക പള്ളിയിലെ പുരോഹിതനായി, വൈദികനായി. ബട്ട് അവർക്ക് അനുഭവം ഒന്നുമില്ല. എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അവർക്ക് അനുഭവം അന്വേഷണം ഒന്നുമില്ല. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കണമെന്ന് പോലും അറിയാൻ പറ്റും. അപ്പോൾ അനുഭവം ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ട്. അപ്പൊ അവർക്കിത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതൊക്കെ സൈക്കോളജി ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. യേശുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരോട് കർത്താവ്, ചില വ്യക്തികൾ യേശുവിന്റെ അരികിൽ വന്നപ്പോഴത്തേക്കും അവർക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി കർത്താവ് ചില രോഗികളോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ആ കുളത്തിൽ പോയി മുങ്ങുക, 7 തവണ മുങ്ങിപ്പൊകുക, അപ്പൊ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. എന്നാൽ ചില വ്യക്തികളോട് യേശു പറയുന്നുണ്ട്, നിനക്ക് ഇത് ചെയ്തു തരുവാൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ നിനക്കത് സംഭവിക്കും. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുന്ന സമയത്ത് അവന്റെ ഫ്ലഷിൽ നിന്ന് ആത്മാവിന്റെ ലോകത്തിലേക്ക് അവൻ വിശ്വാസത്തിലൂടെ പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ചില വ്യക്തികൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം പറയണം, നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ ചുറ്റൂരി 70 തവണ നടന്നു, ഇന്ന പ്രാർത്ഥന ചൊല്ലി നടന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റെഡി. 70 തവണ നടന്നു കഴിയുമ്പോഴത്തേക്ക് 70ാമത്തെ സമയത്തേക്ക് വരുമ്പോഴത്തേക്കും വേർത്ത് കുളിച്ചൊക്കെ ആണെങ്കിൽ അങ്ങ് വിശ്വസിക്കുന്ന സമയത്ത് അവരുടെ സ്പിരിറ്റ് മാൻ എൻ്റർ ആവും, സ്പിരിറ്റ് തലത്തിലേക്ക്. അവിടെയാണ് ഈ മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങള്, ഈ അത്ഭുതങ്ങൾ നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പ്രോസസ് എല്ലാം സെയിം ആണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവർ എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇത് ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സെക്കൻഡിൽ അത്ഭുതം സംഭവിക്കുകയാണ്. കോവിഡിന്റെ സമയത്ത് നമ്മൾ ഓൺലൈൻ ശുശ്രൂഷകളിൽ അസാമാന്യമായ ദൈവപ്രവർത്തികൾ ലോകമെങ്ങും നടന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഡൽഹിയിൽ സൗഖ്യം നടക്കുന്നു, കെനിയയിൽ സൗഖ്യം നടക്കുന്നു, ഓസ്ട്രേലിയയിൽ സൗഖ്യം നടക്കുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? എല്ലാവരും കരങ്ങൾ ഉയർത്തി വീട്ടിൽ ഇരുന്ന് സ്തുതിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ കെനിയയിലും ന്യൂഡൽഹിയിലും ഓസ്ട്രേലിയയിലും ഒരേ സമയത്ത് അത്ഭുതങ്ങൾ നടക്കുകയാണ്, മിറക്കിളുകൾ നടക്കുകയാണ്. ചിലവർക്ക് ഒത്തിരി ഒരുപാട് അത്ഭുതം, മിറക്കിൾ, രോഗസൗഖ്യങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ലോകത്തേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ മഹത്വമാണ് സ്പിരിറ്റ് തലത്തിൽ. ആ ലോകത്ത് നിന്നാണ് ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഫിസിക്കൽ തലത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അത്ഭുതം ഇന്ന് സംഭവിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. It's all about how you are tapping into the spiritual world, spiritual realm. കാരണം അവിടെ നിന്നെ സഹായിക്കുന്ന ഒരാൾ എന്നേക്കും ജീവിക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ എന്റെ ജോലി എന്താ? ഇന്ന് യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെ ലൈവ് ചെയ്യണം. അപ്പൊ എന്റെ ജോലി എന്താ? ഇങ്ങനൊരു സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുമ്പോൾ, നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് സ്പിരിറ്റ് തലത്തിൽ, ആത്മാവിന്റെ ലോകത്തിൽ അവിടെ എന്നേക്കും ജീവിക്കുന്നവനായ യേശുവിന്റെ സമക്ഷം വന്ന് നിൽക്കുകയാണ്. യേശുവിന്റെ സമക്ഷം, പിതാവാം ദൈവത്തിന്റെ സവിധത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരു പാപത്തിന്റെ പ്രസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പ്രവേശനം ലഭിക്കത്തില്ല. ആർക്കാണ് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? യേശുവിന്റെ രക്തത്തിലൂടെ കഴുകപ്പെട്ട ഒരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. സജീവമായൊരു പാതയാണ്. ഏത് സമയത്തും യേശുവേ, അങ്ങയുടെ രക്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു, അങ്ങയുടെ രക്തത്തിൽ ഞാൻ എന്നെ തന്നെ കഴുകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷം നമുക്ക് ദൈവപിതാവിന്റെ സവിധത്തിലേക്ക്, യേശുവിന്റെ സവിധത്തിലേക്ക് പ്രവേശിക്കുവാൻ എൻട്രി കിട്ടുവാണ്. നമ്മളൊരു സ്ഥലത്ത് ചിലപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമ കാണാനൊക്കെ പോയിട്ടാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ? അത് കാണിക്കുമ്പോഴാണ് എൻട്രി കിട്ടുന്നത്.
പിതാവിന്റെ സവിധത്തിലേക്ക് ദൈവസമക്ഷം എൻട്രി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്തിലൂടെ. ആ രക്തത്തിലൂടെ, അങ്ങനെ ഞാൻ പറയുന്നില്ല, വചനത്തെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. വേറെ ഒരു കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ അത്ഭുതങ്ങളുടെ ലോകത്തിലേക്ക്, ആത്മാവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു, നമ്മളിലുള്ള ആശ്രയം വിട്ട് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിലൂടെ അവിടുത്തെ സവിധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇപ്പം പ്രാർത്ഥിച്ചേ. ഇന്ന് കേട്ട ഈ വചനം സിമ്പിളായ വചനമല്ലേ? നമുക്ക് വേണ്ടി എന്നേക്കും ജീവിക്കുന്നവനായ യേശു നിലകൊള്ളുന്നു. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഇന്ന് യേശുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ വിശ്വാസത്തോടെ ദൈവസമക്ഷം കടന്നു വരുമ്പോൾ ഇന്ന് നമ്മുടെ നടുവിൽ അത്ഭുത മന്ത്രിയാകുന്ന യേശു നമ്മുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇപ്പൊ യേശു നമ്മുടെ നടുവിലുണ്ടോ? നമ്മുടെ നടുവിലുണ്ട്. ഏത് റലത്തിലാണ്? നമ്മുടെ ഫിസിക്കൽ റലത്തിൽ നമുക്ക് കാണുന്ന സ്ഥലത്താണോ? സ്പിരിറ്റ് റലത്തിൽ. 3 തലങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലായെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ അത്ഭുതങ്ങളുടെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ വലിയ തീമഴ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വലിയ ഡെലിവറൻസുകൾ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും നമുക്ക് 3 തലങ്ങളുണ്ട്. നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, സോളുണ്ട്, ബോഡിയുണ്ട്. നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കൊരു സോളുണ്ട്. അപ്പം ഈ 3 തലങ്ങളും 3 ഐഡന്റിറ്റിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ 3 ഡൈമെൻഷൻ, ഐഡന്റിറ്റി അല്ല, 3 ഡൈമെൻഷനാണ്. നിങ്ങൾക്കുള്ള 3 വ്യത്യസ്ത ഡൈമെൻഷനുകളാണ്. നമുക്ക് ശരീരത്തിൽ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളൊരു ശരീരം, ദൈവം നമുക്ക് ഒരു അപ്പനെ അമ്മയെ ഉപയോഗിച്ച് നമുക്കൊരു ശരീരം കിട്ടി. ഈ ഭൂമിയിൽ നമ്മളൊരു ഐഡന്റിറ്റി, അവർ നമുക്കൊരു പേരൊക്കെ ഇട്ടു, ഒരു സ്ഥലത്ത് ജനിച്ചു, ഒരു വീട്ടിൽ ജനിച്ചു, കാലം ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ദൈവമായിട്ട് നമ്മളെ നിയോഗിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മൾ കുറെ നാൾ ഈ ഫ്ലഷിനകത്ത് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി, ഇതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ വ്യാഗ്രഹവും ഈ ആസക്തികളെല്ലാം വന്ന് മനുഷ്യൻ അതിനകത്തങ്ങ് റൂട്ടഡായി പോവുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളെ വിളിക്കുകയാണ്, മക്കളെ ഇതല്ല റിയാലിറ്റി, നിങ്ങൾക്കിതിലും വലിയൊരു റിയാലിറ്റി ഉണ്ട്. നിങ്ങളുടെ ആത്മാവിനൊരു അടിസ്ഥാനമുണ്ട്. നിങ്ങളുടെ ആത്മാവിന്റെ പ്രായം എന്നുള്ളത് നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന ശരീരത്തിലുള്ള പ്രായമല്ല. എഫേസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന്റെ പഴക്കം എന്തുവരെയാന്ന് ഓർത്ത് നോക്കിക്കുക. ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ, അങ്ങനെ തന്നെ വചനത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സത്യങ്ങളൊന്നും, ഇതൊക്കെയാണ് പ്രസംഗിക്കപ്പെടേണ്ട സത്യങ്ങൾ. ഇതറിഞ്ഞു കഴിയുമ്പോൾ മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന് തിരിച്ചറിയും. ദിസ് ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് എന്താ പറയുക, വിസ്ഡമാണ്, എൻലൈറ്റ്മെന്റ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ അഭിഷേകം കൊണ്ട് നിറയും. എഫേസോസ് ലേഖനം 1-ാം അധ്യായം അതിന് 4-ാം വാക്യം, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപ് എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അന്നേ തെരഞ്ഞെടുത്തു. കാരണം ദൈവം അവിടെ ഹി സിറ്റ്സ് ഇൻ എ പ്ലേസ് ഇറ്റ്സ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അവിടെ സമയത്തിനും സ്പേസ്, ഈ സ്ഥലത്തിനൊന്നും ഒരു പരിമിതികളില്ല. കർത്താവ് കാലങ്ങൾക്ക് അല്ലെങ്കിൽ സമയത്തിനൊക്കെ മുകളിൽ നിൽക്കുന്നതാണ്. എല്ലാം കർത്താവിന് അറിയാം. ഇനി മിലേനിയം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങളടക്കം എവ്രിതിങ് അവിടെ മുഴുവനും അറിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ ദൈവം, നമ്മുടെ പിതാവായ ദൈവം, ത്രിയേക ദൈവം, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. പറഞ്ഞ, എനിക്കൊരു സോളുണ്ട്, എനിക്കൊരു സ്പിരിറ്റ് ഉണ്ട്, എനിക്കൊരു ബോഡിയുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്, എനിക്കൊരു സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ്, സോൾ, ബോഡി, 3 തലങ്ങൾ നമുക്കുണ്ട്. ഈ 3 റലത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് സാധിക്കും. പലപ്പോഴും ഈ ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വരുന്നത് സ്പിരിച്വൽ റലത്തിലാണ്.
ചില വ്യക്തികൾ ചില വീടുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരും, അവർ പറയും ചില അസ്വസ്ഥതകൾ വരുന്നു, ചില സമയങ്ങളിൽ ചില അസ്വസ്ഥതകൾ വരും, ചില ദിവസങ്ങളിൽ അസ്വസ്ഥതകൾ വരുന്നു, ചില പ്രശ്നങ്ങൾ എവിടെ നിന്ന് വരുന്നു അറിയാൻ മേല. ഫിസിക്കലായിട്ട് നമുക്കൊന്നും കാണാനൊന്നുമില്ല. ചില ഇന്നാളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം പണ്ട് കുറെ നാളുകൾക്ക് മുമ്പായിട്ടോ ചില സ്മെല്ലുകൾ വരും, ചില സ്ഥലത്ത് ദുർഗന്ധങ്ങൾ വരുന്നു, ചില സ്ഥലത്ത് നല്ല സ്മെല്ലുകൾ വരുന്നു. അപ്പൊ ഈ സ്മെല്ലിന്റെ ഒക്കെ റീസൺ എന്താണ്? അവിടെ നമ്മൾ സ്പ്രേ അടിച്ചതിന്റെ അങ്ങനത്തെ ഒന്നുമല്ല, വേറെ സ്മെല്ലുകളൊന്നുമല്ല. സ്പിരിച്വലി നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് സ്പിരിച്വൽ റലം, ഇൻവിസിബിൾ ആയിട്ടുള്ള ലോകം എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ബൈബിളിന്റെ പുതുനിയമത്തിൽ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത്. യേശു പറയാം ദൈവരാജ്യം എന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം എന്നാ വരുന്നത്, ദൈവരാജ്യം എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ജൂതന്മാര് ഭയങ്കര മതപുരോഹിതര്, മതതീഷ്ണതയുള്ള റിലീജിയസ് ആയിട്ടുള്ള മതപുരോഹിതര് അവരെപ്പോഴും യേശുവിനെ കൊടുക്കാൻ തോന്നും. കാരണം യേശു ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ അനുഭവം ലഭിക്കാത്ത മതപുരോഹിതരായിട്ടുള്ളവർക്ക് യേശു ഇങ്ങനെ പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് അനുഭവം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിക്കോദമോസ് എന്നുള്ള ഒരു ഫരിസേയൻ ഒരു വലിയൊരു പവർഫുൾ റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി രാത്രിയിൽ യേശുവിനെ കാണാൻ വേണ്ടി വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പം ഇത് കർത്താവിനെ പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുന്ന ഓർത്ത് രാത്രി യേശുവിനെ കാണാൻ വന്നപ്പോൾ യേശു പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നിക്കോദമോസ്, നീ ജൂതനാണ്, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ ഒരു മതപുരോഹിതനാണ്, പക്ഷെ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്ന അപ്പം നിക്കോദമോസ് ചോദിക്കും, ഞാനെങ്ങനെ വീണ്ടും ജനിക്കുന്നത്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്റെ യേശുവെ. ചിലപ്പോൾ ആൾക്കാർ ഇന്നാൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അനീഷ് ബ്രദർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ തലയിൽ കൂടെ ബൗൺസ് ചെയ്ത് പോവുക, ഇത് എന്നതാന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട കാര്യങ്ങൾ പൊതുവെ എല്ലാം പറയുന്നത്, ഇത് മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്. ഉള്ളിൽ അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവൻ വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പൊ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക്, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, അനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവം നൽകുന്ന ഒരു ദാനമാണ്, നമ്മൾ നേടിയെടുക്കുന്നതല്ല. കർത്താവ് അത് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? നമ്മൾ എളിമപ്പെടണം. നമ്മൾ എളിമപ്പെട്ട് യേശുവേ അങ്ങയുടെ കുരിശു ബലിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ സധൈര്യം മുറുകെ പിടിക്കുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിന്റെ ടൈറ്റിൽ തന്നെ യേശു നിക്കോദമോസും എന്നുള്ള ടൈറ്റിലാണ്. ഫരിസേരിൽ നിക്കോദമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ആള് വലിയൊരു യഹൂദ പ്രമാണിയാണ്, വലിയ ആളാണ്. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. പകൽ സമയത്ത് വരാൻ നേരമില്ലായിരുന്നു, കാരണം പകൽ സമയത്ത് വന്ന ആൾക്കാരെന്ത് വിചാരിക്കും, വലിയ പ്രമാണിയാണ്, വലിയ ഫരിസേയനാണ്, അല്ലെ? ഫരിസേരിലെ പ്രമാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാത്തലിക് ഒരു അപ്ബ്രിങ്ങിങ് പറയുവാണെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരുടെയൊക്കെ ഒരു മോളിൽ നിൽക്കുന്ന ഒരു വികാരി ജനറൽ എന്നൊക്കെ വേണം പറയാം. അങ്ങനെ ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്കൊക്കെ വന്ന് യേശുവിനെ ചെന്ന് കണ്ടിട്ട് വർത്താനം പറയുന്ന ഇച്ചിരി കുറച്ചില്ല. അതുകൊണ്ട് ആള് രാത്രിയില് യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം കൂടിയില്ലെങ്കിൽ ഒരുവന് നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ മറുപടി, നിക്കോദമോസ്, എന്നോട് വിശേഷം, നീ പറഞ്ഞതൊക്കെ ശരിയായി കേട്ടോ എന്ന് പറയുന്ന സ്നേഹത്തോടുള്ള മറുപടിയല്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ഷാർപ്പായിട്ട് ഒരു ഷൂട്ടിംഗ് എന്ന ഒരു മറുപടിയാണ്. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. കർത്താവിന്റെ ചില മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മതപുരോഹിതർ, എക്സ്പെഷ്യലി നിങ്ങൾ ബൈബിൾ എടുത്തു നോക്കും, മതപുരോഹിതരോട് ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസ്, അതായത് ഒരു സോഫ്റ്റ് ടോണിലോ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ടോണിലുള്ള സംസാരമൊന്നും യേശു എടുക്കുന്നില്ല. യേശുവിന്റെ വളരെ കർക്കശമായ, ഷാർപ്പായ, അതായത് നമുക്കൊരു തല്ല് കൊടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കർത്താവ് മതപുരോഹിതരോട് എക്സ്പെഷ്യലി കൊടുക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ, ചുങ്കക്കാരായിട്ടുള്ളവർ, വേശ്യകള്, പാപികളായിട്ടുള്ളവർ, അവരോട് കർത്താവ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നു, ഭയങ്കര ഫെലോഷിപ്പ്. അവരുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരെ തോളെ കൈയിടുന്നു, അവരുടെ കൂടെ നടക്കുന്നു, അവരുടെ കൂടെ സമയം ചെലവിടുന്നു.
ഇത് കാണുമ്പോഴത്തേക്കും മതവിരോധർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതിനേക്കാളും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യേശുവിന്റെ കൂടെ പോയ ആൾക്കാരെല്ലാവരും അവരുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറുകയാണ്. കർത്താവ് അവരോട് മാറാൻ പറയുന്നില്ല, നിങ്ങൾ പാപികളാന്ന് പറഞ്ഞ് അവരെ മുദ്ര കുത്തുന്നില്ല, പേടിപ്പിക്കുന്നില്ല. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം തന്നെ അവരെ മാറ്റുക. അവര് കംപ്ലീറ്റ്ലി പുതിയ മനുഷ്യരായി മാറുകയാണ്. ഇതൊരു ഫിനോമിനനായിട്ട് ജെറുസലേം നഗരത്തിൽ സംഭവിക്കുകയാണ്. ഇത് ഇന്നും സംഭവിക്കുന്നു. കാരണം ഈ യേശു ഇന്നും ജീവിക്കുന്നു. യേശു പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങൾ ലോകമെങ്ങും പോയി ഞാൻ ആരാന്നും ഞാൻ എന്താന്നും എൻ്റെ ഹൃദയം എന്താന്നും എൻ്റെ മനസ്സെന്താന്നും നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി, ഞാൻ ഇറങ്ങി വന്ന് എൻ്റെ ജനങ്ങളെ തൊടും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ വിഷമിച്ചു. ഈ വചനത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഈ നല്ല പിക്ചറുകളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ യേശു ഒരുപാട് ക്രിസ്ത്യാനികൾ ലോകത്തുണ്ട്, ഒരുപാട് വചനപ്രഘോഷകർ ലോകത്തുണ്ട്. എന്റെ കർത്താവ് ആരും ഒന്നും പ്രസംഗിക്കുന്നത് ഈ മുറിയിൽ ഇരുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 7-8 വർഷം മുമ്പ് ശുശ്രൂഷകളൊക്കെ പോകുന്നൊരു സമയം. പക്ഷെ ഞാൻ ഈ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, കോവിഡിന്റെ ഒക്കെ ഒരു സമയത്ത് മുമ്പ്, ഈ മുറിയിൽ യേശുവിന്റെ ഒരു അപ്പാരിഷൻ പോലെ, എനിക്കൊരു വിഷൻ പോലെ എനിക്കുണ്ടായി. കർത്താവ് എന്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞു, നീ ചെയ്യ്, നീ പ്രസംഗിക്ക്, യു ഡു ഇറ്റ്. ചെറിയ വീഡിയോസ് ഒക്കെ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ കർത്താവ് ഒരു പ്രേരണ തന്നിട്ട് പറ, ഈ വചനം നീ എടുത്ത് പറ. ഹി റിവീൽഡ് ഹിംസെൽഫ്. അതായത് എന്താ പറയുന്നത്, റിലേറ്റബിൾ ആയ യേശു. അപ്പൊ കേൾക്കുന്ന നിങ്ങളോട് സഹതാപമുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യേശുവാണ്. ആ യേശുവാണ് എന്നോട് സംസാരിച്ചു. ആ യേശു ബൈബിളിലെ യേശു. നിന്റെ വേദനകൾ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന, ഈ ഭൂമിയിൽ ഏറ്റവും നൈസസ്റ്റ് പേഴ്സൺ. നീ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെക്കാളും 1000 മടങ്ങ് മുകളിൽ നിന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇവിടെ യേശു നിക്കോദെമോസിനോട് പറയുകയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കണം. അപ്പൊ വീണ്ടും നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഇതാണ് ഈ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ. എല്ലാം ലോജിക്കലായിട്ട് ചിന്തിക്കും, എല്ലാം ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരും. അപ്പം നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ യേശു എനിക്ക് ഈ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പൊ ചില ആൾക്കാർ ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കും, അതിന്റെ ആവശ്യമുണ്ട്. ഇത് സിമ്പിളായിട്ടൊരു കാര്യമാണ്, വേണമെന്നില്ല, വിശ്വസിച്ചാൽ മതി. പക്ഷെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യം കാലെടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കും, ഓ ഇത് ഇവൻ നാളൊരു വ്യക്തിയോട് പറഞ്ഞു, ഓ ഈ കമന്റൊക്കെ പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇത് കമന്റ് കൂടിക്കഴിഞ്ഞാൽ, ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പൈസ കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഈ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ്ഡ് അല്ല. എൻ്റെ ഒരു വീഡിയോയിൽ നിന്നും ഒരു പൈസ ആയില്ല ഇന്നവരെ. അത് നമുക്ക് അങ്ങനെ, അത് പേജ് മോണിറ്റൈസ്ഡ് അല്ല, അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. ഇത് യേശുവിനെ ഉയർത്താൻ വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വാതിലാണ്. ഇതിനകത്ത് വരുന്ന വീഡിയോസും ഇതിനകത്ത് വരുന്ന വചന പ്രഘോഷണങ്ങളും ഇത് മുഴുവൻ ഇറ്റ് ഈസ് ടു ഗ്ലോറിഫൈ ജീസസ്. കർത്താവിനെ മഹത്വപ്പെടുത്തുക. കാരണം നമുക്ക് വേണ്ടി ക്രൂശിൽ അതിദാരുണമായ പീഡാസനങ്ങൾ ഏറ്റുവാങ്ങി അവസാനത്തുള്ളി രക്തം വരെ നൽകി നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവനായ യേശുവിനെ ഉയർത്താൻ. ആ ഉയർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പ്രസംഗിക്കണം, നമ്മൾ യേശുവിനെ പങ്കുവെക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയത്തിന് വലിയൊരു ആഗ്രഹമാണ്. ഇവിടെ നിക്കോദെമോസിനോട് യേശു പറയുകയാണ്, യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. ആത്മാവിൽ നിന്നുള്ള ഒരു ജനനം, ഈ ജനനം, ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. വായിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടും. ആത്മാവിൽ നിന്നുള്ളൊരു ജനനത്തെക്കുറിച്ചാണ് ഇവിടെ യേശു പഠിപ്പിക്കുന്നത്. നമുക്ക് 3 തലങ്ങളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്, ബോഡി ഉണ്ട്. ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്തു കഴിഞ്ഞ പരിഹാര ബലിയുടെ യോഗ്യതയിലൂടെയാണ് ഈ ആത്മാവിലുള്ള ജനനം സംഭവിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ ഞാൻ പരിപൂർണമായി വിമോചിക്കപ്പെടുന്നു,
യേശു ക്രിസ്തുവിൽ ഞാൻ പരിപൂർണമായി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടും. അപ്പൊ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കുകയാണ്. ആത്മാവിന് രക്ഷ എങ്ങനെ ലഭിക്കുന്നത്? 3 തലങ്ങളോടെ ഞാൻ പറഞ്ഞു. സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്, ബോഡി ഉണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിന് രക്ഷ നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം. എഫേസോസ് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. എഫേസോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അപ്പം ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നമ്മളിലെ 3 തലങ്ങളിൽ ഒരു തലം പിതാവുമായിട്ട് റിക്കൺസിൽഡ് ആണ്. അത് യേശുവിന്റെ പരിഹാര ബലിയിൽ യേശു റിക്കൺസിൽ ചെയ്തതാണ്. അത് വിശ്വസിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ശക്തി നമ്മുടെ സോളിൽ, നമ്മുടെ സ്പിരിറ്റ് തലത്തിൽ വന്ന് നിറയപ്പെടുകയാണ്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം നമ്മളിലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു റലത്തെ, സ്പിരിറ്റ്, സോൾ, ബോഡി, നമ്മുടെ സ്പിരിറ്റ് റലത്തെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ റിക്കൺസിൽ ചെയ്തു. ആ റിക്കൺസിലിയേഷന് ശേഷമാണ് നമ്മുടെ 2ാമത്തെ തലം, സോൾ റലം, നമ്മുടെ മനസ്സിന്റെ തലം. ഈ മനസ്സിന്റെ തലത്തിലേക്കാണ് ആത്മാവിന്റെ ശക്തി കൊടുങ്കാറ്റായി കടന്നു വരുന്നത്. സിഹോൻ മാളിക മുറിയിൽ അമ്മമാതാവും ശിഷ്യന്മാരും 120 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ കടന്നു വന്നു. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് മാനുഷികമായിട്ട് ഒരുപാട് ലിമിറ്റേഷനും ഭയപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും അഗ്നിജ്വാലകൾ പോലത്തെ നാവ് ഇൻഡിവിജ്വലായി അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഓരോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കും ഓരോ ദൈവത്തിന്റെ മക്കൾക്കും ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനം. ആത്മാവിന്റെ രക്ഷ, സ്പിരിറ്റ് ദൈവത്തോട് റിക്കൺസിലാക്കപ്പെട്ട ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ആത്മാവ് രക്ഷ പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന്, ദൈവം വന്ന്, അഗ്നിജ്വാലകൾ പോലത്തെ നാവുള്ളവൻ വന്ന്, ക്രിസ്തുവാകുന്നവൻ അവന്റെ ശക്തിയിൽ, അഭിഷേകത്തിൽ നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് 1-ാം അധ്യായം 27-ാം വാക്യം. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. കണ്ടോ, അഗ്നിജ്വാല. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാലും പത്രോസ്ലിയുടെ ഉദാഹരണം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ക്ലാസ് പഠിപ്പിക്കുന്ന കേട്ടോ. വലിയ ഭയങ്കര എന്താ പറയുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഈശോ എന്നെ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഈ ഒരു വിശ്വാസത്തെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് അനേകർ കടന്നു വരട്ടെ. ഇവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർക്ക് പലർക്കും ഇത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിലെ പരിഹാര ബലിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ ആ വീണ്ടും ജനനം നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയുന്നു. പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ, ഞാൻ പത്രോസ്ലിയുടെ ഉദാഹരണം എടുക്കാം. പത്രോസ്ലിഹ യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞു. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എനി ടൈം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കർത്താവിൻ്റെ വചനത്തെയോ കർത്താവിനെയോ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്രകാരം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ അങ്ങയുടെ കുരിശുബലിയുടെ ആ റെവലേഷനിൽ എന്നെ പണിതുയർത്തണമേ. പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ. പത്രോസ് 3 തവണ യേശുവിനെ തള്ളി പറഞ്ഞു അല്ലേ. എന്നാൽ യേശുവിന്റെ പരിഹാര ബലിക്ക് ശേഷം സിഹോൻ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവാം ദൈവത്തിന്റെ ശക്തി ഒരു കൊടുങ്കാറ്റ് പോലെ പീറ്ററിന്റെ ഉള്ളിൽ വന്ന് നിറയപ്പെട്ടു. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. പീറ്ററിന്റെ ഉള്ളിൽ ഒരു സീലായിട്ട്, മുദ്രയായിട്ട് ആളുടെ ഉള്ളിലോട്ട് വന്ന് കയറി മുദ്രയിട്ടു. ആ മുദ്രയെ തൊടാൻ വിശ്വാസത്തിന് പറ്റത്തില്ല. അത് ദൈവം ഇട്ടിരിക്കുന്ന മുദ്രയാണ്. ആ മുദ്ര കിട്ടിയവരാണ് ദ റിയൽ അനോയിറ്റഡ്
യഥാർത്ഥ അഭിഷിക്തർ. ആ മുദ്ര കിട്ടിയവരാണ്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ആത്മാവിൽ ലഭിച്ചവരാണ് ദ റിയൽ അനോയിറ്റഡ് ബൈ ഗോഡ്. ലോകം അനോയിറ്റഡ് ആണ്, അതാണ് ഇതാണെന്ന് വിളിക്കുന്ന പലരുമുണ്ട്. അതല്ല, ദൈവം അനോയിറ്റ് ചെയ്ത ആൾക്കാർ. ചൈനയിലും ആഫ്രിക്കയിലും നമ്മൾ ഈ ചൈനയിലൊക്കെ ക്രിസ്ത്യ വിശ്വാസം വളരെ പവർഫുള്ളായിട്ട് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് ചൈന. ചൈനയിലൊക്കെ പണ്ടൊരു എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് അവിടെ ശുശ്രൂഷക്കായിട്ട് കടന്നു പോയ സമയത്ത് അവിടെ ആള് പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പിലുള്ള പ്രസംഗിച്ച 4 പേരെയും കഴുത്ത് തല അറുത്ത് അവർ യേശുവിന് വേണ്ടി രക്തസാക്ഷി ചെയ്തു. പക്ഷെ ഈ വ്യക്തി അങ്ങോട്ട് പോവുക, കാരണം ഈ വാസ് എ റിയൽ അനോയിറ്റഡ് മാൻ. യഥാർത്ഥ അഭിഷേകം കിട്ടിയ വ്യക്തി പറയും, എനിക്ക് കർത്താവിനെ പ്രസംഗിക്കാൻ ഒരു പേടിയില്ല, രക്തസാക്ഷിയാകുമെന്ന് പറഞ്ഞ ആളവിടെ പോയി പ്രസംഗിക്കാൻ പോയി. രോഗശാന്തി, അനേക വ്യക്തികൾ രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടി. ആള് ശുശ്രൂഷയും കയറുന്ന സമയത്ത് ആൾക്കൊരു ഫീലുണ്ട്, ആളുടെ കയ്യിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നു. നാട്ടില് മലയാളിയാണ്, നാട്ടില് ആൾക്ക് കുഞ്ഞു പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ആള് വിശ്വാസിച്ച് അതിനെ പ്രസംഗിക്കാൻ പോയത്. ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്ന ഒരു ഫീലുണ്ട്. തിരിച്ച് ശുശ്രൂഷ കഴിഞ്ഞ് ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആള് ഒത്തിരിയും പേര് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആള് തിരിച്ച് വീട്ടിൽ വന്ന് ഷർട്ട് ഊരിയ സമയത്ത് കയ്യിലിങ്ങനെ തോളലിങ്ങനെ ഒരു വിരലിന്റെ പാട്, 5 വിരലിന്റെ പാട്, ഉറക്കം പിടിച്ച വിരലിന്റെ പാട്. ആ ഷോൾഡറിൽ ഇങ്ങനെ സ്വർണ്ണ തരികളും ഉണ്ട്. കർത്താവ് നേരിട്ട് വന്ന് പിടിച്ചത്. കർത്താവിന്റെ കരത്തിന്റെ ആ ഒരു യേശുവിനെ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ കൂടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ റിയൽ ആയിട്ടുള്ള അഭിഷിക്തരുണ്ട്, ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന കർത്താവിന്റെ അഭിഷിക്തർ. ആ അഭിഷേകത്തിന്റെ മുദ്ര ആർക്കാണ് ലഭിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെയാണ്. എന്നേക്കുമായി എനിക്ക് വേണ്ടി യേശു സമർപ്പിച്ച പരിഹാര ബലിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നമ്മുടെ ആത്മാവിന്റെ റലത്തിൽ നമ്മുടെ സോളിൽ വന്നൊരു മുദ്ര ഇടുകയാണ്. ആ മുദ്ര കിട്ടിയ സെയിന്റ് പീറ്റർ, ആ മുദ്ര കിട്ടിയ പീറ്റർ പിന്നീട് പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പഴയ പീറ്റർ ആണോ? അല്ല. 3 തവണ യേശുവിനെ തള്ളി പറഞ്ഞ ആളെ അല്ല. പിന്നെ പത്രോസിന്റെ ഉള്ളിലിരുന്ന് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സെയിന്റ് പീറ്ററിന് ആ ഒരു സ്പിരിറ്റ് റലത്തിലേക്കുള്ള പ്രവേശനം കിട്ടി. ഈ സമയത്ത് ഗമായലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് വലിയ സെമിനാരിയിലൊക്കെ പോയി വർഷങ്ങൾ പഠിച്ച സാബൂൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മതത്തിന്റെ വലിയ നോളജ് ഉണ്ട്, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിക്കാത്ത സംഭവം ആൾക്ക് പത്രോസും ഈ അപ്പസ്തോലന്മാരൊക്കെ ആദ്യമ യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ശുശ്രൂഷിക്കുന്ന കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം അവര് ലോജിക്കലായിട്ട് ചിന്തിച്ചു പോകും, ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചു പോകും. ബുദ്ധിയുടെ തലത്തിലാണ് കാരണം അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. സാവൂളിന് അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ അനുഭവം കിട്ടിയ എസ്തപ്പാനോസ്, സെയിന്റ് സ്റ്റീഫൻ, ഡിസംബർ 26 സെയിന്റ് സ്റ്റീഫന്റെ ഫീസ്റ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ. അപ്പോസ്തലന്മാർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുന്ന, എന്നാൽ രോഗികൾക്ക് വേണ്ടി ആൾക്കൊരു പ്രത്യേക ശുശ്രൂഷ കർത്താവ് കൊടുത്തു. ഈ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ കൊടുത്തു. സിമ്പിൾ മിനിസ്ട്രികൾ, അങ്ങനെ വലിയ വാക്കുവിലാസത്തിന്റെ സംഭവങ്ങൾ പൗലോസ്ലീഹ അങ്ങനെയൊന്നുമില്ലായിരുന്നു. സിമ്പിളായിട്ട് സെയിന്റ് സ്റ്റീഫൻ ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവം ചെയ്യാൻ വേണ്ടി തുടങ്ങി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് സഹോദരങ്ങളെ. സെയിന്റ് സ്റ്റീഫൻ സിമ്പിളായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളെ അപ്പോസ്തലന്റെ അഭിഷിക്തന്റെ കരങ്ങളിലൂടെ ദൈവം ചെയ്തു. കാരണം ആത്മാവിന്റെ ആ ഒരു റിയൽ അനോയിറ്റിംഗ് കിട്ടിയ വ്യക്തിയുടെ ആ ഒരു സീല് സ്റ്റീഫന്റെ ഉള്ളിലുണ്ടായി. ആർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ആള് ഓടി നടന്ന് യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഇത് കണ്ടിട്ട് സാവൂളിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജൂതന്മാർക്ക് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ ആ പാവ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുവായിരുന്നു. പണ്ട് ബൈബിൾ ദൃശ്യാവതരണത്തിൽ ആ ഒരു ഭാഗം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഞങ്ങൾ പള്ളിയിലെ വേദപാഠത്തില് ഞങ്ങൾ പല സ്കിറ്റുകളായിട്ട് പല പള്ളികൾ ഇത് അവതരിക്കും. കാരണം ഞങ്ങൾക്ക് അതിന് പ്രൈസ് കിട്ടിയായിരുന്നു. അപ്പം ചില സ്ഥലത്ത് ഞാൻ സാവൂളായിട്ടും ചില സ്ഥലത്ത് ഞാൻ
എസ്തഫാനോസായിട്ടും സ്റ്റീഫനായിട്ടും ഇങ്ങനെ ഞങ്ങളിങ്ങനെ മാറി മാറി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ സാവൂളിന്റെ റോൾ ചെയ്യുവാണ്, അടുത്ത പള്ളിയിൽ ചെല്ലുമ്പോൾ ഞാൻ എസ്തഫാനോസിന്റെ റോളാണ്, സെയിന്റ് സ്റ്റീഫന്റെ റോളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഞങ്ങൾ ഒരുപാട് തവണ ആ ഒരു ബൈബിൾ ദർശാവരണം ഞങ്ങൾ ചെയ്തായിരുന്നു. പണ്ടിങ്ങനെ ഈ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പം സെയിന്റ് സ്റ്റീഫൻ കല്ലെറിഞ്ഞാണ് സെയിന്റ് സ്റ്റീഫനെ എസ്തഫാനോസിനെ കൊന്നു കളയുന്നത്. പക്ഷെ ആ സമയത്ത് അപ്പൊ സെയിന്റ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. നാഥ, സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതെവിടെയാ? സ്പിരിറ്റ് റലത്തിൽ. ആ മൊമെന്റില് സാവൂളിനോ കല്ലെറിയുന്നവർക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. സ്റ്റീഫന് സ്പിരിറ്റ് റലം, സോൾ റലം, ആ ലോകം അതിന്റെ പരിപൂർണതയിൽ അവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരം ഇരിക്കുന്ന ഈ ലോകം പോലെ തന്നെ നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ഭൂമിയുടെ ലോകം ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ ഇതിനേക്കാളും റിയലാണ് നമ്മുടെ ചുറ്റുമുള്ള ഇൻവിസിബിൾ റലം. യേശു പറഞ്ഞ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇത് പ്ലാനറ്റ് എർത്തിന്റെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന് വെളിയിലല്ല, ഇത് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഇൻവിസിബിൾ റലമാണ്. ആ അദൃശ്യ ലോകത്തിൽ നിന്നാണ് ദൃശ്യമായി ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അന്ന് സ്റ്റീഫന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഒരു വ്യക്തിക്കെട്ട് കയറി ഒരു വ്യക്തിയുടെ ജീവിതത്തെ കയറി തൊട്ടു. അതാണ് സാവൂള് കുതിരപ്പുറത്ത് പോകുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷീകരണം സംഭവിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നീ എന്തിനാണ് എന്നെ പിടിപ്പിക്കുന്നത്? സെയിന്റ് സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊന്നു, അല്ലെങ്കിൽ ആദിമസഭയിലുള്ള ഇപ്പൊ നിങ്ങൾ ഒരു വചനപ്രഘോഷകനെ എതിരെ ഒരു കമന്റ് പറയുമ്പോൾ, ഒരു വ്യക്തിക്കെതിരെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് യേശുവിനെതിരെ സംസാരിക്കും. യേശു പറയുകയാണ്, പൗലോസിനോട് പറയുക, സാവൂളിനോട് പറയുകയാണ്, നീ എന്തിനാണ് സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഞാനെപ്പോഴാണ് അങ്ങനെ പീഡിപ്പിച്ചത്? സാവൂൾ, ഞാനെപ്പോഴാണ് അങ്ങനെ പീഡിപ്പിച്ചത്? ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് ഒരു വീട്ടില് ഒരു വലിയ ഒരു പാല ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഒത്തിരിയും വിളിച്ചു. നാട്ടിലുള്ള സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കർത്താവ് പ്രാർത്ഥിക്കരുതെന്ന് പറയും. ഞാൻ ആ സ്ഥലത്ത് നിന്നപ്പം കർത്താവിന്റെ അങ്ങ് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഫീല് വരുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിൽ യേശു പറഞ്ഞു, ഇവൻ എന്നെ പീഡിപ്പിച്ചു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിനെ എതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ആ ചേട്ടൻ, അയ്യോ എൻ്റെ ബ്രദറെ, ഞങ്ങൾ ബിഷപ്പിനെയും ഇവിടുത്തെ അച്ഛന്മാരെയും ഒക്കെ ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ കാണുന്നൊരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും ഞങ്ങൾ പൈസ കൊടുക്കും, ഞങ്ങൾ ഒന്നിനും ഒരു മുടക്കം വരുത്തിയിട്ടില്ല. പക്ഷെ കർത്താവ് ഹാപ്പി അല്ലല്ലോ ചേട്ടാ. ഈശോ ഹാപ്പിയല്ല, യേശു ഹാപ്പിയല്ല. നിങ്ങൾ ആ ബിഷപ്പുമാരെ അച്ഛന്മാരെ ഒക്കെ സ്തുതിച്ചോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തോ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഓക്കെ, നിങ്ങൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ നന്മ കിട്ടും. പക്ഷെ there is something fundamentally wrong here. നിങ്ങൾ എന്തോ ഒരു കാര്യം, something wrong. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പുള്ളി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതേ, എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതേ, ഞങ്ങൾ അപ്പുറത്തെങ്ങാണ്ടുള്ളൊരു കോളനിയിലുള്ള ഒരു മനുഷ്യൻ ഈ വീട്ടിൽ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നു. ഇങ്ങനെ ട്രാക്ട് കൊടുക്കും, നമ്മുടെ വീടുകളിലൊക്കെ വലിയ ഈ പുള്ളി 2 സ്മോളൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ മനുഷ്യൻ ആ വ്യക്തിയെ വായി തോന്നുന്ന ചീത്തയെല്ലാം വിളിച്ച് 2 തല്ലും കൊടുത്ത് വീട്ടിൽ നിന്ന് പണ്ട് പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ വീടിന്റെ പറമ്പിൽ പോലും നീ കയറിപ്പോയിരുന്നു പറഞ്ഞ്, കാരണം അങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം കോളനിലൊക്കെ താമസിക്കുന്ന ഒരു ദളിതനായ ഒരു വ്യക്തിയാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, വീട്ടിലൊക്കെ കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതിലൂടെ കടന്നു പോകുക. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ശുശ്രൂഷകളാവോ എന്തോ വീഡിയോ ഒക്കെ എന്തൊക്കെയോ കണ്ടിട്ട് ഇയാൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇതേ സമാനമായ അവസ്ഥ പലരുടെ വീട്ടിലും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്കതറിയാം. ഇത് ഇങ്ങനെയുള്ള കാര്യം കർത്താവ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. ഗോഡ് ഈസ് നോ റെസ്പെക്ടർ ഓഫ് പീപ്പിൾ, ബട്ട് കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മളെല്ലാം ഒന്നാണ്. അവിടെ യഹൂദനെന്നോ ജൂതനെന്നോ ഗ്രീക്കുകാരനെന്നോ ഇന്ത്യക്കാരെന്നോ വെള്ളക്കാരെന്നോ കറുത്തവർഗക്കാരനെന്നോ ഒരു സംഭവമില്ല. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു സംഭവമില്ല. സ്പിരിറ്റ് തലത്തിൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ ശരീരം, കളറ്,
ബാക്ക്ഗ്രൗണ്ട്, റേസ്, ഇതൊന്നും അവിടെ ഒരു വിലയില്ല. അതൊക്കെ ഭൂമിയിലുള്ള വേർതിരിവുകളാണ്. ഇതുമായിട്ട് സ്പിരിറ്റ് റലത്തോട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് ഭൂമിയിൽ വെച്ച് റിക്കൺസിൽ ചെയ്യണം. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾ എത്രയും ഈ മനുഷ്യനെ കണ്ടെന്ന് സംസാരിക്കണം. അപ്പൊ ഇയാളെ തപ്പി ഇദ്ദേഹം ഉള്ള സ്ഥലത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കണ്ടില്ല. അവസാനം ദൈവത്തിന് സ്ഥലത്ത് തന്നെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ടൗണിൽ വെച്ച് തന്നെ ഈ മനുഷ്യനെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടി. ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ആ വ്യക്തി വഴി നിന്ന് വീണ്ടും ട്രാക്ട് കൊടുക്കുക, വചനം പറയുകയാണ് ചെയ്യുക. കാരണം ഒരു പാവ മനുഷ്യൻ, ഒരു വചന സുവിശേഷൻ. ഇയാൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് എന്നെ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സുവിശേഷം അടി കിട്ടിയ മനുഷ്യൻ മറന്നുപോയി. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ പല വീടുകളും ചെയ്യും എൻ്റെ പൊന്നിയേട്ടാ, ഞാൻ പല വീടുകളും ചെന്ന് ഈ വചനം പറയാൻ വേണ്ടി ട്രാക്ട് കൊടുക്കും. ചിലവർ കാർക്കച്ച് തുപ്പും, ചിലവർ ചീത്ത വിളിക്കും, ചിലവർ തല്ല് തരും, ചിലവർ അതൊന്നും പറയും. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം യേശുവിനെ പ്രസംഗിക്കാൻ. ഈ മനുഷ്യൻ മറന്നു തല്ല് കിട്ടിയ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. പക്ഷെ ഒരാൾ മറന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വെൻ യു ടോക്ക് അബൌട്ട് എ പ്രീച്ചർ ഹൂ ഈസ് അനോയിറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, വഴിയിരുന്ന് വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാനൊരു പ്രാവശ്യം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ വലിയൊരു വിഷമത്തിലൂടെ എൻ്റെ കുടുംബം കടന്നു പോകുന്ന സമയത്ത് വഴിയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യന്റെ വചനം കേട്ടപ്പം ആണ് എന്നെ ആദ്യം ഭയങ്കരമായിട്ട് യേശുവിന്റെ സ്പർശനം എനിക്ക് കിട്ടിയത്. അപ്പം ഒരിക്കലും ഡിസ്പൈസ് ചെയ്യരുത്. വഴിയിൽ നിന്ന് ഒരു വ്യക്തി യേശുവിനെ പ്രസംഗിക്കുന്നു, ഒരു വീട്ടിലിരുന്ന ഒരു മനുഷ്യൻ യേശുവിനെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കർത്താവിന്റെ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗത്തില്, അത് മണിമാളികയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും കോളനിയിലാണെങ്കിലും തെരുവിലാണെങ്കിലും, ദൈവത്തിന്റെ സമക്ഷം അത് എവിടെ നടക്കുന്നു എന്നുള്ളതല്ല, ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് വീണ്ടും ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ നടക്കുന്നു എന്നുള്ളതല്ല. കോടികൾ വിലയുള്ള ഒരു വലിയ മണിമാളിക പോലത്തെ പള്ളിക്കുള്ളിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചാലും, തെരുവിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചാലും, ആശുപത്രിയിൽ യേശുവിനെ പ്രസംഗിച്ചാലും, ഓൺലൈനിൽ യേശുവിനെ പ്രസംഗിച്ചാലും, കുടുംബത്തിൽ വീടിനകത്ത് യേശുവിനെ പ്രസംഗിച്ചാലും, സ്വർഗത്തിൽ പിതാവിന്റെ സവിധത്തിൽ അവിടെ യേശു ഏത് ലൊക്കേഷനിൽ യേശു പ്രസംഗിച്ചു എന്നുള്ള ആരെ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയാണ്. ഈ വ്യക്തിയുടെ ജീവിതം, ആ മനുഷ്യൻ ഈ തെറ്റ് മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. ദൈവ പ്രവർത്തികൾ നടക്കുവാൻ വേണ്ടി തുടങ്ങും. അത്ഭുതങ്ങൾ ദൈവം നടത്തുന്നതിന്റെ സൗകര്യങ്ങളെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ദൈവമഹത്വം നമ്മുടെ ഇടയിൽ അതിശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുക. യേശുവിലൂടെ പിതാവാം ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ അവൻ സകലതും പൂർത്തീകരിച്ചു. ഇനി നിനക്കൊരു മനസ്സുണ്ട്, നിനക്കൊരു ശരീരമുണ്ട്. മനസ്സിലാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകളേറ്റ കുറേ സംഭവങ്ങളുണ്ട്. ആ ആന്തരികമായ മുറിവുകൾക്ക് യേശുവിന്റെ സ്നേഹത്തിലൂടെ നമുക്ക് സൗഖ്യം കിട്ടുമ്പോഴല്ലോ നമുക്ക് സ്പിരിറ്റ് റലത്തിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആൾക്കാർ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, തലവേദന എടുക്കുന്നു. പലപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ പല പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും എനിക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. ഇതിനൊക്കെ കാരണം മനസ്സിനേറ്റ മുറിവുകളാണ്. ദൈവം എന്നോട് എന്നാ സംസാരിക്കാത്തത്, ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ എന്താ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ദൈവം എന്താ എന്നോട് ഇടപെടാത്തത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്തോളുക, നമ്മുടെ മനസ്സിന് ചില മേഖലകളിൽ സൗഖ്യം കിട്ടാനുണ്ട്. ആ സൗഖ്യം കിട്ടേണ്ട മേഖലകൾ ദൈവസ്നേഹത്തിലൂടെ, ദൈവവചനം നമ്മൾ കേട്ട് ആ സ്നേഹത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രോസസ്, ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സാണ്. ഈ മൂന്ന് തലങ്ങളിലുമുള്ള വീണ്ടെടുപ്പ് എന്നുള്ളത് ഇതൊരു ഒരു പ്രോസസ്സാണ്. ആത്മാവ്, ശരീരം, മനസ്സ്, ഈ 3 തലങ്ങളിലുള്ള വീണ്ടെടുപ്പ്. അപ്പൊ ആത്മാവിനെ രക്ഷിക്കുകയാണ് സ്പിരിറ്റ് തലത്തിൽ. നമ്മളെ ദേഹം, ദേഹി, മലയാളത്തിൽ പറഞ്ഞ ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ ഒരു തലത്തിലേക്ക്, ഇതിലെ സ്പിരിറ്റ് തലത്തിലേക്കാണ് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ കൃപ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഈ 3 റലത്തിൽ ഒരു റലത്തിൽ സുപ്രീം ഡൊമീനിയൻ ഉണ്ട്. പക്ഷെ മറ്റ് 2 റലം, ഒന്ന് നിങ്ങളുടെ മനസ്സിന്റെ റലം, 2 നിങ്ങളുടെ ശരീരം ഇരിക്കുന്ന റലം. ഈ 2 റലത്തിലേക്ക് നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തിക്ക് നമ്മൾ ദൈവത്തെ അനുവദിക്കണം.
ആത്മാവിന്റെ ലോകത്തിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ഇവിടെ ഒരു കോപ്പറേഷൻ അവിടെ ആവശ്യമാണ്. ഈ ഭൂമിയിൽ ദൈവപ്രവർത്തി നടക്കണമെങ്കിലും അവിടെ ഒരു കോപ്പറേഷൻ, മനുഷ്യന്റെ കോപ്പറേഷൻ ദൈവത്തിന് ആവശ്യമാണ്. ദൈവം എന്നോട് സ്പിരിറ്റുള്ളത്തിൽ എന്റെ പ്രാർത്ഥന എന്നോട് ആവശ്യപ്പെട്ടത് ഈ ദൈവത്തെ ഏറ്റവും സിമ്പിളായിട്ട് ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുക. അപ്പൊ ദൈവത്തിന് നിങ്ങളോട് ആക്സസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് വേറൊരാളുടെ അടുത്ത് നിങ്ങൾ പോകണം. നിങ്ങളോട് കേൾക്കുന്ന ഈ വചനത്തെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡയറക്റ്റ് ആയിട്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. നിങ്ങളുടെ ആത്മാവിനെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ പേര് മാറ്റാനോ മതം മാറ്റാനോ നിങ്ങളുടെ ജാതി മാറ്റാനോ അങ്ങനത്തെ സംഭവം അല്ല സ്പിരിറ്റുവൽ. ഇതൊക്കെ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് റിയൽ ആയിട്ടുള്ള ദൈവവചനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക്, കാരണം ഞാനത് ഇപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരെ ഒഫൻഡ് ചെയ്യും, അതുകൊണ്ട് ഞാനത് അഭിപ്രായം പറയാത്തത്. റിയൽ ആയിട്ടുള്ള ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ദൈവവചനം 3 തലങ്ങളെയാണ് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിന്റെ തലം, നമ്മുടെ മനസ്സിന്റെ തലം, നമ്മുടെ ബോഡിയുടെ തലം. അപ്പൊ ദൈവത്തിന് എല്ലാ മനുഷ്യരുടെയും ഈ 3 തലങ്ങളെ ഡീൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിസണിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു കാരാഗ്രഹ അവസ്ഥയിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം തന്ന് അവരെ മോക്ഷത്തിലേക്കും ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ ജനിച്ചത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവിന്റെ പർപ്പസ് എന്നുള്ളത് ഈ ആത്മാവിലുള്ള നമ്മുടെ ഈ സ്വാതന്ത്ര്യമാണ്, വിടുതലാണ്. യു ഹാവ് ടു എക്സ്പീരിയൻസ് എ ട്രൂ ലിബറേഷൻ, ദ ലിബറേഷൻ ദാറ്റ് ഓൺലി ഹി ക്യാൻ ഗീവ്. ഹല്ലേലൂയ. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ, ഈ വീണ്ടും ജനനമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ആത്മലോകത്തെക്കുറിച്ച് ഈ അനുഭവം ഇല്ലാത്തൊരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഭൂമിയിൽ കുറേ പൈസ ഉണ്ടാക്കണം, കുറേ ലാൻഡ് ഉണ്ടാക്കണം, വലിയ വീടുണ്ടാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെക്കാളും ബെറ്ററാണ് ഞാനെന്ന് വരുത്തി തീർക്കണം. പക്ഷെ അവൻ മറന്നു പോകുന്നൊരു കാര്യം, അവന്റെ ഭൂമിയിലെ ഈ ഒരു ഫ്ലഷിലുള്ള ഈ ഒരു ലൈഫ് എന്നുള്ളത് അതൊരു ലിമിറ്റഡ് സീസൺ ആണ്, സോൺ ആണെന്നുള്ളത് അതെല്ലാം മറക്കും. നമ്മൾ ഈ സ്വപ്നം കാണുമ്പോഴത്തേക്ക് സ്വപ്നം റിയൽ ആണെന്ന് പറയും, ചിന്തിക്കില്ല. ചില സമയത്ത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം റിയൽ ആണെന്ന് ചിന്തിക്കല്ലേ. പക്ഷെ സ്വപ്നത്തിന് തിരിച്ചു വന്നു നമ്മൾ അയ്യോ അത് സ്വപ്നമായിരുന്നു. ദൈവം എന്തിനാ മനുഷ്യനെ ഉറക്കം വരെ സൃഷ്ടിച്ചെന്നറിയുന്നത്? ഈ മനുഷ്യനെ ഉറക്കം സൃഷ്ടിച്ചു. മനുഷ്യന്റെ ആയുസിന്റെ ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി 40 വർഷം ഉറങ്ങുമെന്ന് പറയും. അവന്റെ ഭൂമിയിലുള്ള സമയത്തിന് അത്ര സമയം ഉറങ്ങുവാണ്. വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റഡ് ദാറ്റ് സ്ലീപ്പ്? കാരണം നമുക്ക് 3 തലങ്ങളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്, ബോഡി ഉണ്ട്. ഈ 3 തലങ്ങളുടെ ആക്ടിവേഷൻ നമ്മൾ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള സംഭവമാണ് ദൈവം മനുഷ്യന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സോൾ തലത്തിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി എന്നാണ് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റും. അത്രമാത്രം പവറാണ് നിങ്ങളുടെ ആത്മാവിനുള്ളത്. ഈ ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ ശക്തി അഗ്നിയുടെ അഭിഷേകത്തിലൂടെ കടന്നു വന്നൊരു മുദ്രയായിട്ട് അപ്പസ്തലന്മാരുടെ മേൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിക്ക് ശേഷം ആ പരിഹാര ബലിയിലൂടെ യേശുവിന്റെ രക്തത്തിലൂടെ നമ്മുടെ ആത്മാവ് നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ വ്യക്തികളുടെ ഉള്ളിലേക്ക് ഹോളി സ്പിരിറ്റ്, പരമമായ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വന്ന് ഒരു മുദ്രയായി വന്ന് വസിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് അപ്പസ്തലന്മാരെ പൗലോസ് പഠിപ്പിക്കണം, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുക. അപ്പൊ പുതിയ നിയമം എന്നുള്ളത് ക്രിസ്തു ആത്മാവിന്റെ ശക്തിയിൽ വസിക്കുന്ന മന്ദിരമായിട്ട് ഓരോ വ്യക്തിയെ മാറ്റുന്ന ശുശ്രൂഷയാണ്. ഇപ്പം നമ്മുടെ നാട്ടില് ജാതിയുടെ പേരിൽ വേർതിരിവുകളുണ്ട്. ഇപ്പം ലോകത്താണ് കറുത്തവർഗക്കാരൻ, വെള്ളക്കാരൻ, പല വേർതിരിവുകളുണ്ട്. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ കറുത്തവർഗക്കാരനും വെള്ളക്കാരനും ഏത് ജാതിയിൽപ്പെട്ടവനും ആത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ മുദ്ര വന്ന് വീഴുന്ന നിമിഷം മുതൽ അവന്റെ ഉള്ളിൽ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ക്രിസ്തുവാണ് വസിക്കുന്നത്. ആ ക്രിസ്തു വസിക്കുന്ന വ്യക്തി അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പിന്നെ ഒരു ബന്ധമില്ല അതിനകത്ത്. ഇതൊരു ജാതി സംഭവം ഒന്നുമില്ല ഇതിനകത്ത്. കാരണം ട്രൂ റലത്തിൽ അവർ കണക്റ്റഡ് ആയി. എല്ലാ മനുഷ്യന്റെയും സ്പിരിറ്റ് റലത്തിൽ നമ്മുടെ ഒത്തന്റിക് സംഭവം സെയിം ആണ്. ശരീരത്തിന്റെ ഇതിനകത്ത് മാത്രമാണ് ഈ ഡിവിഷൻ മുഴുവൻ വന്നിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയിലൂടെ സ്പിരിറ്റ് റലത്തില്
യഥാർത്ഥ ആ തലത്തിൽ, അതായത് നിങ്ങളുടെ സോളും സ്പിരിറ്റും ആത്മാവിന്റെ ശക്തിയിലൂടെ കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ, അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ശരീരമാകുന്ന സഭ. അത് സംഘടനയൊന്നുമല്ല. ഇത് ആത്മാവിന്റെ ശക്തിയിൽ ഈ സ്പിരിറ്റുവലായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ യൂണിറ്റിയാണ്. അതിനെതിരെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആര് കേൾക്കാനല്ലേ? പക്ഷെ ഇത് കേൾക്കണം. ഇത് കേൾക്കുമ്പോഴേ ഉള്ളൂ. ഇത് കേൾക്കണം. ഇത് രണ്ടു പേരെ കേൾക്കുന്നുള്ളതിലും ആ രണ്ടു പേരിലൂടെ ഈ വെളിച്ചം ഒരു തലമുറയിലേക്ക് കടന്നു വരികയാണ്. ഒരു തലമുറയിലേക്ക് കടന്നു വരികയാണ്. പാറമേൽ പണിത ഭവനമായി തീരുകയാണ്. എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കൊരു ആത്മാവുണ്ട്, നിങ്ങൾക്കൊരു ശരീരമുണ്ട്, നിങ്ങൾക്കൊരു ബോഡിയുണ്ട്. ഈ 3 തലങ്ങളെയും പരിപൂർണമായി രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായലേഖനം 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും നമ്മുടെ സ്പിരിറ്റ്, ആത്മാവിലും നമ്മുടെ സോൾ, സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ബോഡി തുടച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിക്കുന്നതുമാണ്. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. കണ്ടോ? സകലതും അനാവൃതമാണ്, സകലതും വ്യക്തമാണ്. നാം കണക്ക് ബോധിക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. സകലതും അനാവൃതമാണ്, വ്യക്തമാണ്. ഇന്നത്തെ സുവിശേഷം, ഇന്ന് നിങ്ങളോട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്, ജോർജ് മാത്യു, ദിവ്യ അജീഷ്, പ്രേമ രാജു, കുറച്ചു പേരേ ഉള്ളൂ ഇന്ന് രാവിലെ ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്യും. എന്നോട് ഇന്ന് ഈശോ വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇന്ന് ലൈവില് മെസ്സേജ് കൊടുക്കണം. അപ്പൊ ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഇത്രമാത്രമാണ്. സ്പിരിറ്റ് തലത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എബ്രായലേഖനം 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഹി ഈസ് വില്ലിംഗ് ടു ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കുവാനായി അവൻ വില്ലിംഗ് ആയി നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. നിങ്ങളുടെ തൊട്ടരികിൽ ഇന്ന് യേശുവിന്റെ സാന്നിധ്യം വന്ന് നിൽക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ ഡെലിവറൻസ് നൽകുവാൻ, നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾക്ക് സൗഖ്യം നൽകുവാൻ. ആ ശക്തിയെ ഇന്ന് എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു, അതിന്റെ മഹത്വം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മേഖലകളിലും അത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും. സൗഖ്യം കിട്ടിയോ? സൗഖ്യം കിട്ടി. ഒരുപാട് പേര് തിരക്കിയെന്ന ആ ഒരു ക്രൗഡിനിടയിൽ ഒരുപാട് പേര് യേശുവിനെ തൊടുന്നുണ്ടായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരാണ് എന്നെ തൊട്ടത്? അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുക, എത്ര പേര് ഇവിടെ കൂടി വന്ന് നിൽക്കുന്നു, ഇതിനിടയിൽ ആരാണ് എന്നെ തൊട്ടത് എന്നുള്ളൊരു ചോദ്യം യേശുവെ അതെന്നെ അങ്ങനെ ചോദിച്ചേ. അതെന്തൊരു അർത്ഥം? ആ ചോദ്യത്തിന് എന്തൊരു അർത്ഥമായിരിക്കുന്നത്? ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് കർത്താവിനെ തൊട്ടും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തിക്കി തിരക്കി നിൽക്കുന്ന ഒരു ക്രൗഡിന് നടുവിൽ യേശു നിൽക്കുന്നത്. ആ സ്പർശനം സ്പിരിറ്റുലത്തിലെ സ്പർശനത്തിന്റെ കാര്യമാണ്. വിശ്വാസത്തോടെ യേശുവിന് വസ്ത്രത്തിന് അറ്റത്തെ തൊട്ടെ, ബോഡിയെ ടച്ച് ചെയ്തില്ല. പക്ഷേ the touch was in the spiritual realm. Through her faith, she reached the spiritual realm unknowingly. ഇതൊരു മിസ്റ്ററിയാണ്. അന്നത്തെ കാലത്ത് രക്തസ്രാവമുള്ള വ്യക്തിക്ക് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ജയിലിൽ അടയ്ക്കപ്പെടാം, കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അവരതൊന്നും നോക്കിയില്ല. അവരുടെ ഉള്ളിലൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ യേശുവിനെ സ്പർശിക്കുമ്പോൾ ശരീരത്തിലുള്ള സ്പർശനം. യേശു പറയാം, ആത്മാവിന്റെ ലോകത്ത് നിന്ന് ശക്തി പുറപ്പെട്ടു. രാജാക്കന്മാരുടെ രാജാവാണ്, സകല ലോകങ്ങളെ മടക്കി വാഴുന്നവനാണ്, സർവ്വലോകങ്ങളുടെ മേലും അധികാരമുള്ളവനാണ്. ആ റലത്തിനകത്തുനിന്ന് പവർ റിലീസ് ചെയ്തു. ഹൂ ടച്ച്ഡ് മീ? ഹല്ലേലൂയ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ലോകത്തുനിന്ന്, ഇൻവിസിബിൾ റലത്തിൽ നിന്ന് വലിയ ശക്തി തീമഴയായിട്ട് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് മെസ്സേജ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടം 70 തവണ നിങ്ങളൊരു പള്ളിക്ക് ചുറ്റും ഓടി നടന്ന് നിങ്ങളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. പക്ഷെ 1060 തവണ ഇങ്ങനെ വിഷമിച്ചായിരിക്കും. പക്ഷെ അവസാനത്തെ ഒരു 10 തവണ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് വിശ്വാസത്തോടെ അങ്ങ് ചെല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ സ്പിരിറ്റുലത്തിലേക്ക് വിശ്വാസത്തിന്റെ ശക്തിയിലൂടെ ഒരു സംഭവം അവിടെ സംഭവിക്കുകയാണ്. പലപ്പോഴും ദുഷ്ടാരൂപികളും മനുഷ്യന്റെ ഈ കാര്യത്തിനകത്ത് ഇടപെടാറുണ്ട്, മനുഷ്യനെ വഴിതെറ്റിക്കാറുണ്ട്. പക്ഷെ ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ റിയൽ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ,
നിങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിൽ 3/4 മണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് MC റോഡിൽ കൂടെ അവിടെ റീച്ച് ചെയ്യാം. പക്ഷെ അത് ചില വ്യക്തികൾക്ക് വേണമെങ്കിൽ അത് എറണാകുളം കൂട്ടി ആലപ്പുഴ കൂട്ടി കറങ്ങി ഒരു ദിവസത്തെ മുഴുവൻ യാത്രയൊക്കെ കൺവേർട്ട് ചെയ്യാം. Know your power. Know the power of the word of God in your house. You have direct unlimited access to God. Christ, the hope of glory, lives inside of you. നിങ്ങളുടെ ഉള്ളിൽ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു വന്ന് വസിക്കുന്നു. നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് അത് നൽകി തരുമെന്ന് യേശു പറഞ്ഞു. ഈ ബോധ്യമുള്ള ആത്മാവിലുള്ള യേശുക്രിസ്തുവിന്റെ മക്കളെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് നൽകും. I thank God for this opportunity. നമുക്കിന്ന് ഓൺലൈനാണെങ്കിൽ ഇതൊക്കെ പങ്കുവെക്കാൻ ഇന്ന് സാധിക്കും. ഇതൊക്കെയാണ് ചൈനയിലും ഈ വലിയ പെർസിക്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മാവിന്റെ ശക്തിയിലുള്ള യഥാർത്ഥ ദൈവസഭ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അഭിഷിക്തർ അനേകർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോസ്തലന്മാരിൽ ബൈബിളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഫേക്ക് അല്ല, ഒറിജിനൽ സംഭവം, ഒറിജിനൽ അനോയിറ്റഡ് പീപ്പിൾ. അവരെ കർത്താവ് പറയും, എന്റെ അഭിഷിക്തരെ തൊട്ടുപോയേക്കരുത്. ദ ഒറിജിനൽ വൺസ്, ദേ ആർ ഔട്ട് ദെയർ. നമ്മൾ ചിന്തിക്കുന്ന സംഭവമൊന്നുമല്ല. യെസ്, ഓഫ് കോഴ്സ് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഇപ്പൊ കാത്തലിക് ആണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും പെന്തക്കോസ്റ്റ് ആണെങ്കിലും സെമിനാരിയിലും ബൈബിൾ കോളേജിലും ഒക്കെ പഠിച്ച് സഭയെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മളവരെ ഓണർ ചെയ്യും, ബഹുമാനിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ കർത്താവ് റേസ് ചെയ്ത അഭിഷിക്തന്മാരുണ്ട് ചൈനയിലും മിഡിൽ ഈസ്റ്റിലും അണ്ടർഗ്രൗണ്ടുകളിലൊക്കെ മരണത്തെ ഭയമില്ലാതെ യേശുവിനെ ഉയർത്തുന്ന the real anointed men and women of God, like that you see in the word of God in the Acts of Apostles. അപ്പോസ്തലന്മാരുടെ Acts of Apostles ൽ കാണുന്ന പോലത്തെയുള്ള anointed men and women of God. അതുപോലെ ഒരാളാകാനാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ ആത്മാവിൽ വന്ന് നിറയപ്പെടുകയാണ്. ഇതൊരു മതമൊന്നുമല്ല. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ടവരുടെ സമൂഹമാകുന്ന സഭ, അത് യേശുവിന്റെ ശരീരമാണ്. ആ സഭയുമായിട്ട് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്ത് നിർത്തും. എന്തിനാ ഇത്? നമുക്കൊരിക്കലും ഇപ്പൊ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഞാൻ തന്നെ ചെയ്യുന്നൊരു ശുശ്രൂഷയല്ല. പലപ്പോഴും ഇന്നാളൊരു വ്യക്തിയോട് ചോദിച്ചത്, അനീഷ തന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അങ്ങനൊരു സംഭവം ഇല്ല ഇതിനകത്ത്. പുതിയ നിയമത്തിൽ ഒരു ശുശ്രൂഷയും തനിച്ചാരുമില്ല. യേശുവിന്റെ ശരീരവുമാകുന്ന സഭയോട് ചേർന്നാണ്. ഞാനിപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമല്ലേ, നിങ്ങൾ യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. 1 കൊരിന്ത്യർ 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. അവയവങ്ങളോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവയവങ്ങളോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. അവയവങ്ങളോട് ചേർന്ന് യേശുവിനെ പങ്കുവെക്കുകയാണ്.